പേരിൽ സ്വലാത്ത് നടക്കുമ്പോൾ ആ സ്വലാത്തിനെ കാണാത്തതുപോലെ നടക്കുന്നവർ നമ്മളെ നാട്ടിലുണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ? മുസ്ലിമീങ്ങൾക്ക് സ്വലാത്ത് വേണ്ട, ഹക്കാത്ത് വേണ്ട, ജലാലിയ റാത്തീബ് വേണ്ട, കുത്തുബിയത്ത് വേണ്ട, ഒന്നും വേണ്ട. ഒരു 3-4 പേര് ഒന്നിച്ചിരുന്നാൽ കുറെ തമാശ പറഞ്ഞ് തിരിച്ചിട്ട് സമയം കളയലല്ലാതെ മഹാന്മാര് പഠിപ്പിച്ചത് ഒന്നും വേണ്ട. ഇതിന്റെ കാരണം എന്താണ്? മനുഷ്യനിക്ക് പലനിരക്കുള്ള മോഹങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭിന്നഭിന്നായ പലനിരക്കുള്ള ചിന്തകളാണ്. ആ ചിന്തകളിലൂടെ മനുഷ്യൻ മുഴുകിയിരിക്കുന്നു. പാരത്രിക ചിന്തയില്ല. അങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പലനിരക്കുള്ള മോഹങ്ങളായി നടക്കുന്ന മനുഷ്യൻ, അവൻ സ്വലാത്ത് വേണ്ട, ദിക്ർ വേണ്ട, നിസ്കാരം വേണ്ട, ജമാഅത്ത് വേണ്ട, ഒന്നും വേണ്ട. അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവനെ ഖബറിൽ കൊണ്ടുവെക്കുന്നത് വരെ അവനിക്ക് ബോധമില്ല. ഖബറിൽ കൊണ്ടുവച്ചപ്പോഴാണ് അവൻ അവനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആരാരും സഹായിക്കാനില്ലാതെ, ഒരാളും രക്ഷപ്പെടുത്താനില്ലാതെ, എല്ലാവരും നിലവിളിക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കേണ്ട ഖബർ, ആ ഖബറിൽ വെക്കുമ്പോഴാണ് അവൻ ചിന്തിച്ചു പോയി. അപ്പോഴാണ് അവൻ വിരൽ കടിക്കുന്നത്. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എന്റെ കൂടെ ആരുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നേരത്തെ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എന്റെ കഫൻ തുണി തൊട്ടടുത്ത കടയിലുണ്ട്, എന്നെ കുളിപ്പിക്കുന്ന സോപ്പ് അവിടെയുണ്ട്, എന്റെ മൂക്കിൽ വെക്കേണ്ട പരസ്യ അവിടെയുണ്ട്. എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ പള്ളിയിൽ ഖബർ കുഴിച്ചു വെച്ചിരിക്കുകയാണ്. ഈ അല്ലാഹുവിനെ മറന്ന മനുഷ്യന്റെ ബോധം വരുന്നത് എപ്പോഴാണ്? ഖബറിൽ കൊണ്ടുപോയി അവനെ ഖബറടക്കം ചെയ്യപ്പെടുന്നത് വരെ മനുഷ്യന് ബോധമില്ല. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. എടാ, അപ്പോഴാണ് നീ അറിയുന്നത്. നീ അറിയുക തന്നെ ചെയ്യും. അറിയാനുണ്ട് കേട്ടോ. അപ്പോഴാണ് നീ സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നീ കാര്യം തന്നെ അറിയുന്നത്. അപ്പോഴാണ് നിനക്ക് ബോധം വരുന്നത്. അതുവരെ മനുഷ്യന് ബോധമില്ല, ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത്, ആ സ്വലാത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട വലിയൊരു സയ്യിദ് വന്നിട്ട് ഇവിടെ എല്ലാവരും കൂട്ടി സ്വലാത്തിന്റെ മജ്‌ലിസ് നടക്കുമ്പോ അത് കാണാതെ റൂട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെത്രയുണ്ടോ. എത്രയോ ദൂരത്ത് തങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നമ്മുടെ നാട്ടുകാർക്കുള്ള ഗുണത്തിന് വേണ്ടി, നമ്മളെ പാരത്രിക ലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ തങ്ങൾ ഇവിടെ വന്ന് ദുആ ചെയ്യുമ്പോ കണ്ണീരൊലിപ്പിക്കുന്നവർ സദസ്സിലുണ്ടായി. അത് കാണാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ റോട്ടിലുണ്ടായില്ലേ? നമ്മൾക്ക് അതിനെ കുറിച്ചുള്ളൊരു ബോധമില്ല. എല്ലാം ഒരു ഹോബിയാണ്, ഒരു വിധത്തിൽ രസമാണ്. അത് തന്നെ ഒരു ജീവിതമെന്ന് ചിന്തിച്ചു പോയി. ഇതിനേക്കാൾ അപ്പുറം ഒരു ജീവിതമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, ഇതൊന്നും കളിയല്ല കേട്ടോ. ആക്രമമാകുന്നൊരു വീട് വരാനുണ്ട്. മുസ്ലിമീങ്ങൾ അത് മറക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലാ അലയ്യ യൗമൽ ജുമുഅത്തി 100 മർറ, വെള്ളിയാഴ്ച ദിവസം 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നവർ, ഉഫിറത് ലഹു ഖതിഅതു 80 സന. വെള്ളിയാഴ്ച രാത്രി 100 സ്വലാത്ത് ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചവരാരാണോ
അവന്റെ 80 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ വക പറഞ്ഞതല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? 100 സ്വലാത്ത് വെള്ളിയാഴ്ച രാത്രി ചൊല്ലാൻ ഭാഗ്യം ലഭിക്കുന്നവര് അവന്റെ 80 കൊല്ലത്തെ പാവങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പാവങ്ങൾ പൊറുക്കണ്ടേ? കൽബുകൾ കറുത്തവരല്ലേ? നൂറുകണക്കിന് ആയിരക്കണക്കിന് പാവങ്ങൾ ചെയ്യുന്നവരല്ലേ? ആ പാവങ്ങളെ പൊറുപ്പിക്കാനുള്ള വഴിയാണ് വെള്ളിയാഴ്ച രാവുകളിൽ 100 സ്വലാത്ത് ചൊല്ലുന്നവർ അവന്റെ 70 കൊല്ലത്തെ 80 കൊല്ലത്തെ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇടക്ക് വെച്ച് സ്ത്രീയുടെ ഭാഗത്തേക്ക് ബക്കറ്റ് പിരിവുമായി പോയിട്ടുണ്ട്, സഹകരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, 80 കൊല്ലത്തെ പാവങ്ങൾ പുറത്തു കിട്ടാൻ റസൂലുള്ളാഹിന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലണ്ടേ? ഇനി ഒരു കാര്യം കൂടി ആ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്തറുകും അലയ്യ സ്വലാത്തൻ അക്തറുകും അസ്വാജൻ ഫിൽ ജന്നah. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അക്തറുകും അലയ്യ സ്വലാത്തൻ, നിങ്ങളെ കൂട്ടത്തുനിന്ന് സ്വലാത്ത് അധികരിപ്പിക്കുന്നവര് അക്തറുകും അസ്വാജൻ ഫിൽ ജന്നah. സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾ എന്ന് പറയുന്ന പെണ്ണുങ്ങളില്ലേ, ആ പെണ്ണുങ്ങളെ ആഗ്രഹിക്കാത്തവരുണ്ടോ? അത് കൊടിക്കാത്തവരുണ്ടോ? ഹൂറുല്ലീങ്ങളെ പറ്റി മഹാന്മാര് പറഞ്ഞതെന്താണോ? അവരെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ കഴിയാതെ അല്ലാഹു തആല പടച്ച സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾ, ആ ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ് ഈ ഭൂമി ലോകത്തേക്ക് ഒരു എത്തിനോട്ടം നടത്തി. നമ്മുടെ കടലിന്റെ വെള്ളത്തിലേക്ക് ഒരു തുപ്പലങ്ങോട്ട് തുപ്പിയാൽ കടലിന്റെ മുഴുവൻ സമുദ്രത്തിന്റെ വെള്ളങ്ങളും അതാ ഉപ്പുവെള്ളം നീങ്ങി അത് നൽവെള്ളമായി പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹൂറുല്ലീങ്ങളെ കണ്ടില്ലേ? മനുഷ്യനിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന, മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ അകത്ത്, ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അതാ ഒരു ഖൈമ, മുത്തിനാലും മാണിക്കത്താലും കൂടാതെ വജിരത്താലും ഉണ്ടാക്കപ്പെട്ട ഖൈമ. ആ ഖൈമ മുഅ്മിനായ മനുഷ്യൻ പോയി തുറക്കുമ്പോ, അവനവന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള റൂം തുറക്കുമ്പോ, ആ റൂമിന്റെ ഉള്ളിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഊഞ്ഞാലിരുന്നിട്ട് പാടുകയാണ്, നഹ്നുൽ ഖാലിദാതു ഫലാ നബീദു. സുന്ദരികളാകുന്ന പെണ്ണുങ്ങൾ സ്വർഗീയ കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് അതാ പാട്ടുപാടി ഉല്ലസിക്കുന്ന സ്വർഗീയ പെണ്ണുങ്ങൾ, അവരെ കണ്ടാൽ ആഗ്രഹിക്കാത്തവരുണ്ടോ? കൊതിക്കാത്തവരുണ്ടോ? അക്തറുകും അലയ്യ സ്വലാത്തൻ അക്തറുകും അസ്വാജൻ ഫിൽ ജന്നah. സ്വലാത്ത് അധികരിപ്പിക്കുന്നവർക്ക് ഒന്നിലധികം ഹൂറുല്ലീങ്ങളെ, ഇഷ്ടം പോലെ ഹൂറുല്ലീങ്ങളെ അല്ലാഹു തആല കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞാലുണ്ടോ തീരുന്ന്? ഹബീബ് തങ്ങളെ സ്വലാത്തിന്റെ പവർ ചുരുക്കട്ടെ. ഒരൊറ്റ കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് അവരെ കിതാബുകൾ എഴുതി വെച്ചത് കാണാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഫർഹൂനുൽ ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇൽം നീ ശരിക്കൊന്ന് മനസ്സിലാക്കണം. അന്നബി സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന അശ്റു കറാമാത്തിൽ 10 ബഹുമാനം അല്ലാഹു തആല കൊടുക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, അതിൽ മടി വേണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ സദസ്സിൽ നിന്ന് ഇബ്ലീസ് ഓടിപ്പോകട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി.
അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യനെ പറ്റി മഹാന്മാര് രേഖപ്പെടുത്തുകയാണോ, നിത്യമായി സ്വലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പവർ 10 ബഹുമാനം അല്ലാഹു തആല കൊടുക്കുകയാണ്. ചെറിയ നിലക്കൊരു വിശദീകരണം പറയട്ടെ. ഇഹ്ദാഹുൽ സ്വലാത്തുൽ മലിക്കുൽ ജബ്ബാർ. അതേ, ഒരാള് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുമ്പോ അവനക്ക് അല്ലാഹുവിന്റെ സ്വലാത്ത് ലഭിക്കുകയാണോ, അല്ലാഹു അവന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണോ. അപ്പൊ അല്ലാഹുവിന്റെ സ്വലാത്ത് നമ്മൾക്ക് കിട്ടണോ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കോ. രണ്ടാമത്തതെന്താണ്? ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പവർ ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നു. റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ അവിടുത്തെ ശഫാഅത്തിന് ഹേതുവാകുന്നു, അവിടുത്തെ ശഫാഅത്തിന് കാരണമാകുന്നു. മൂന്നാമതായി പണ്ഡിതന്മാര് പറയുന്നു, അൽ-ഇഖ്തിദാഉ ബിൽ മലായികത്തിൽ അബ്റാർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ അത് മലക്കുകളോട് പിൻപറ്റുന്ന സംഗതിയാണ്. കാരണം മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ, ആ മലക്കുകൾ ചൊല്ലുന്ന സ്വലാത്ത് മുഅ്മിനീങ്ങൾ ചൊല്ലുമ്പോ അത് മലക്കുകളോട് പിൻപറ്റലാണ്. വറാബിഅത്തു, നാലാമത്തെ കറാമത്ത്, മുനഖാലഫത്തുൽ മുനാഫിഖീന വൽ കുഫാർ. മുനാഫിഖീങ്ങളോട് എതിരാവലാണ് സ്വലാത്ത്, കുഫാരിങ്ങളോട് എതിരാവലാണ് സ്വലാത്ത്. കാരണം എന്തുകൊണ്ട്? മുനാഫിഖീങ്ങൾക്കത് ചൊല്ലാൻ കഴിയില്ല, കപട വിശ്വാസികൾക്കത് ചൊല്ലാൻ കഴിയില്ല. അപ്പൊ സ്വലാത്ത് ചൊല്ലൽ മുഅ്മിനിന്റെ ലക്ഷണമാണ്. അഞ്ചാമതായി പണ്ഡിതന്മാര് പറയുന്നു, മഹ്വൽ ഖതായാ വൽ ഔസാർ. സ്വലാത്ത് ചൊല്ലി ജീവിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അഞ്ചാമത്തെ കറാമത്ത് മഹ്വൽ ഖതായാ വൽ ഔസാർ. അവന്റെ തെറ്റുകളെ മായ്ക്കപ്പെടുകയാണ്, അവന്റെ പാവങ്ങളെ മായ്ക്കപ്പെടുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച 100 സ്വലാത്ത് ചൊല്ലുന്നവർ അവന്റെ 80 കൊല്ലത്തെ പാവങ്ങളെ പൊറുക്കപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. പണ്ഡിതന്മാര് പറയുന്നു, മഹ്വൽ ഖതായാ വൽ ഔസാർ. സ്വലാത്ത് കാരണമായി പാവങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ആറാമതായി പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, ഔനുൻ അലാ ഖളാഇൽ ഹവായിജി വൽ ഔതാർ. ആവശ്യങ്ങളെ കൊണ്ട് പലതരക്കുള്ള ആവശ്യങ്ങളുള്ളവര് അതാ സ്വലാത്ത് ചൊല്ലുമ്പോ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അതുകൊണ്ടല്ലേ മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചില്ലേ, പഴയ കാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ, പഴയ കാലത്തുള്ള മുഅ്മിനീങ്ങളൊക്കെ വല്ല വിഷമത്തിൽ കുടുങ്ങുകയോ ആവശ്യങ്ങൾ നേരിടുകയോ ചെയ്യുമ്പോ അവർ 4444 നാരിയത്ത് സ്വലാത്ത് അത് നേർച്ചയാക്കി ചൊല്ലുന്നു, അവരുടെ ആവശ്യം നിറവേറ്റുന്നു. ഏതൊരാവശ്യക്കാരനും സ്വലാത്ത് ചൊല്ലിക്കോ, അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏഴാമതായി പണ്ഡിതന്മാര് പറയുന്നത്, തൻവീറുൽ ലവാഹിരി വൽ അസ്റാർ. സ്വലാത്തിന്റെ കാരണം കൊണ്ട് അവന്റെ ഉള്ളും പുറവും ശുദ്ധിയാകുന്നു. ഒരു മനുഷ്യന്റെ ഉള്ളും ശുദ്ധിയാകുന്നു, പുറവും ശുദ്ധിയാകുന്നു, എല്ലാ ഭാഗം ശുദ്ധിയാകാനുള്ള വലിയൊരു അത്ഭുതമാണ് റസൂലുള്ളാഹിന്റെ സ്വലാത്ത്. എട്ടാമതായി പണ്ഡിതന്മാര് പറയുന്നു, അന്നജാതു മിൻ ദാരിൽ ബവാർ. സകല നാശത്തിന്റെ വീടാകുന്ന നരകം, ആ നരകത്തിനെ തൊട്ടവൻ രക്ഷപ്പെടുകയാണ്. ഹബീബ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാരാണോ അവൻ നരകമാകുന്ന വീടിനെ തൊട്ട് രക്ഷപ്പെട്ടുവോ. ഒമ്പതാമത് പണ്ഡിതന്മാര് പറയുന്നു, ദുഖൂലു ദാരിൽ ഖറാർ. ശാശ്വതമായ വീടാകുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ അവര് കടക്കുന്നു.
ഒമ്പതാമത്തെ കറാമത്തായി പണ്ഡിതന്മാരത് രേഖപ്പെടുത്തുന്നു. സ്വലാത്ത് അവനെ സ്വർഗ്ഗത്തിൽ കടത്തിക്കളയുകയാണ്. വൽ ആശിറത്തു സലാമുർ റഹീമിൽ ഗഫാർ. റഹീമായ കരുണക്ക് കരുണയുടയവനായ പാവങ്ങളെ പൊറുക്കുന്നവനായ അല്ലാഹു, അല്ലാഹുവിന്റെ വക്കൽ നിന്ന് രക്ഷ വേണോ, സലാമത്ത് വേണോ? അതേ, സ്വലാത്ത് നിത്യമായി ജീവിക്കുന്നവർക്ക് അല്ലാഹു അവന്റെ സലാമത്ത് നൽകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാന്മാരവരെ കിതാബിൽ എഴുതി വെച്ചത് സ്വലാത്തിന്റെ 10 കറാമത്താണ്. എനിക്കുണ്ടോ മറ്റൊരു സംഭവം കാണാം. മഹാന്മാര് സ്വലാത്ത് ജീവിച്ച് മൃഗപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യനുണ്ടോ? ആ മനുഷ്യനിക്ക് മഹാന്മാരായ പണ്ഡിതന്മാര് 48ഓളം കറാമത്ത് പറയുന്നുണ്ട്. 48ഓളം കറാമത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ആകയാ ഞാൻ പറഞ്ഞു വന്നതാ, അല്ലാഹുവിന്റെ സലാത്ത് കിട്ടുന്നു, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുന്നു, മലക്കുകളുള്ള തുടർച്ച ലഭിക്കുന്നു, മുനാഫിഖീങ്ങളുടെ എതിരാകുന്നു, പാവങ്ങളെ പൊറുക്കുന്നു, ആവശ്യങ്ങൾ നിറവേറ്റുന്നു, അവന്റെ ബാഹ്യഭാഗവും അവന്റെ ഉള്ളും പുറവും ശുദ്ധിയാകുന്നു, ഹലാക്കിന്റെ വീടാകുന്ന നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു, ശാശ്വതമായ സ്വർഗത്തിൽ കടക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പൂർണ്ണ രക്ഷ അവന് ലഭിക്കുന്നു. ഓ എന്റെ സഹോദരങ്ങള്, ഇത് ലഭിക്കണ്ടേ? ഇത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളാകണ്ടേ? ഹബീബ് തങ്ങളുടെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലിക്കോ. അതിൽ മടിയന്മാരാകണ്ട. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഹബീബ് തങ്ങളെ സ്വലാത്ത് മുറുകെ പിടിക്കുന്നവരാകണം. അതല്ലാതെ നമ്മൾക്ക് രക്ഷയുണ്ടോ? അതുകൊണ്ടല്ലേ ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് എന്ന ആയത്തിന്റെ തഫ്സീരിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ പറഞ്ഞത് കാണാം. അലാമത്തുൽ മുസല്ലി അലൻ നബിയ്യ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിത്യമായി സ്വലാത്ത് ചൊല്ലി ജീവിക്കുന്നവരാരാണോ അവർ നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ, ആ മഹ്ശറയിൽ ഹബീബ് തങ്ങൾക്ക് എന്റെ പരിചയം ലഭിക്കൽ എങ്ങനെയാണ്? എന്റെ പരിചയം കിട്ടൽ എങ്ങനെയാണ്? അതാ നിത്യമായി സ്വലാത്ത് ചൊല്ലി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നാക്ക് പ്രകാശിച്ചുപോയി. മഹ്ശറക്കെത്തുമ്പോ എന്തെന്നില്ലാത്തൊരു പ്രകാശമാണ്. അവന്റെ നാക്കിന്റെ പ്രകാശത്തിന്റെ കടുപ്പം കൊണ്ട് അവന്റെ ചുണ്ട് പ്രകാശിക്കുന്നു, മുഖം പ്രകാശിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അവനെ മാടി മാടി വിളിക്കുന്നു. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, വഅദ് കേൾക്കുന്ന സഹോദരിമാരെ, നമ്മൾക്ക് ഇതൊന്നും വേണ്ടേ? ഹബീബ് തങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ട് എന്റെ നാവൊന്ന് പ്രകാശിക്കണ്ടേ? ഹബീബ് തങ്ങൾ എന്നെ ഒന്ന് വിളിക്കണ്ടേ? അവിടുത്തെ ശഫാഅത്തിന് കൂടണ്ടേ? ഹബീബ് തങ്ങൾ ശഫാഅത്ത് ചെയ്യുമ്പോ അവിടുത്തെ സറഫാക്കപ്പെട്ട കൈയൊന്ന് പിടിച്ചിട്ട് ഒന്ന് സ്വർഗത്തിൽ കടക്കണ്ടേ? ഇതൊക്കെ ആഗ്രഹിക്കുന്ന, നല്ലത് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ, നല്ലത് ആഗ്രഹിക്കുന്ന ഉമ്മമാര്, അവരോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലി ജീവിച്ചോ. അനാവശ്യങ്ങൾ വേണ്ട, നാക്കുകളെ കൊണ്ട് ഹറാമ് സംസാരിക്കണ്ട. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. ഈ നിലക്ക് നല്ലത് മാത്രം സംസാരിക്കുന്ന നാക്കുകളായി, ദിക്ർ ചൊല്ലുന്ന നാക്കുകളായി, ഖുർആൻ ഓതുന്ന നാക്കുകളായി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന നാക്കുകളായി, അല്ലാഹുവേ ദിക്റിനും സ്വലാത്തിനും ഞങ്ങളെ നാക്കിനെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട
സഹോദരങ്ങൾ, നേരത്തെ തങ്ങൾ പറഞ്ഞൊരു 10 മിനിറ്റിന്റെ പ്രസംഗം വല്ലാത്ത കടുപ്പമാണ് അല്ലേ? ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ട പ്രസംഗമല്ലേ തങ്ങൾ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് സമയമില്ല എന്ന് മാത്രമല്ല, ഇന്നലെ മുന്നിയാതി രാത്രി ആലമ്പാടിക്ക് വേണം, ഇന്നലെ രാത്രി ആ ഭാഗത്തന്നെ വേണം. വരുമ്പോ 1 മണി രാവ് 12-1 മണി രാത്രി കാസർഗോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ തങ്ങൾ പറഞ്ഞ ചെറുക്കലത്തിനപ്പുറം പെട്ടോളം പറഞ്ഞ മുമ്പിൽ വലിയൊരു കലോത്സവം നടക്കുകയാണ്. നമ്മളെ ഉമ്മാനൂർ ബുർക്കെട്ടിട്ട് 1 മണിലാവും റോഡ് സൈഡിൽ പോകുന്ന വണ്ടിക്കെല്ലാം കൈകാട്ടുന്നത് എടുക്കാന്നാകും, അണക്കറിയല പോകുന്ന വണ്ടിക്കെല്ലാം കൈകാട്ടി. ഞാൻ ഇത് കണ്ടിട്ടാ പറയുന്നത്, ആരും പറഞ്ഞിട്ട് പറഞ്ഞൊന്നുമല്ല. ഞാൻ 2-3 ദിവസം ഇങ്ങനെ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേറൊന്നിനും സമയമില്ല. ഈ വയസ്സായ ഉമ്മമാരടക്കം തന്റെ മക്കളെ കളി കാണാനാ വന്നത്, ഡാൻസ് കാണാനാ വന്നത്. അതാ നേരത്തെ തങ്ങൾ പറഞ്ഞത്, മനുഷ്യന്റെ ഹലാക്കാണിത്. അറിയോ എന്ത് വെള്ളിയാഴ്ച രാത്രി പണ്ട് നമ്മളെ കാട്ടുവയ്ക്കുന്ന ചങ്കരാന്തി അല്ലേ? കാട്ടുവയ്ക്കുന്ന ചങ്കരാന്തി ഇന്ന് നിങ്ങൾ പോയിട്ട് നോക്ക് കാസർഗോഡ്, ഇത് വെള്ളിയാഴ്ച രാത്രിയല്ലേ? നമ്മളെ നാട്ടിൽ നമ്മളെ ഉമ്മമാർ ഒരു കാലത്ത് വെള്ളിയാഴ്ച രാത്രി ആലമു സ്വലാത്തില്ലാത്ത ഉമ്മയുണ്ടോ? നാരിയത്ത് സ്വലാത്തില്ലാത്ത ഉമ്മയുണ്ടോ? ഇന്ന് ഉമ്മക്ക് തിരക്കോടെ തിരക്കാൻ, മോളെ കളിയൊന്ന് കാണണം, മോളെ ഡാൻസ് ഒന്ന് കാണണം. ഇത് മാത്രമേ ചിന്തയുള്ളൂ. സുബ്ഹാനല്ലാഹ്, മറ്റൊരു ചിന്ത ഇന്ന് മുസ്ലിം സമുദായത്തിലില്ല. അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ. ഇത് കണ്ട് രസിക്കുകയും ഫഖ്ർ പറയുകയും ചെയ്യുന്ന ഉമ്മമാർ. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഇത് കാണുമല്ലോ, കാണാൻ വേണ്ടിട്ട് തന്നെ പറഞ്ഞു. എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇന്ന് പത്രം വാങ്ങിനാ? ഞാനില്ല. വാങ്ങിയിട്ടില്ല. എന്നാ എന്റെ പേരോട് ഞാൻ തരാന്ന്. അങ്ങനെ പത്രം തന്നു. ഞാൻ ഈ പത്രം നോക്കി, എനക്കെന്ത് പിടുത്തം കിട്ടുന്നില്ല. എന്തിപ്പോ ഇയാൾ ഇങ്ങനെ വല്ലാത്ത ആവേശത്തോടെ പത്രം വാങ്ങിയിട്ട് എന്ന് പറയുന്നത്. ഞാൻ പത്രം വാങ്ങി നോക്കി, എനക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇയാൾ എന്റെ മുഖം നോക്കി ശരിക്കും ഒന്നും കിട്ടിയില്ല. ഇല്ല, സംഭവം നോക്കുമ്പോ എന്തറിയോ, ഇയാളെ ഭാര്യ പത്രത്തിൽ പ്രസംഗിക്കുന്ന ഫോട്ടോ ഉണ്ട്. ഈ മനുഷ്യന്റെ ഭാര്യ അതിന് പ്രസംഗിക്കുന്ന ഫോട്ടോ. എന്ത് ശ്രീ ഒരു പെണ്ണുങ്ങളെ സംഘടനയില്ല, കുടുംബശ്രീ. അത് കുടുംബശ്രീ. ഈ കുടുംബശ്രീയിൽ പോയിട്ട് പ്രസംഗിക്കുന്ന ഈ ഭാര്യ, ഇയാള് വല്ലാത്ത ആവേശത്തോടെ, നിങ്ങൊന്നും കണ്ടില്ലേ, നിങ്ങൊന്നും മനസ്സിലായില്ലേ, അതാ കാണിക്കുന്ന നല്ല ഉറുപ്പില്ലാത്ത മനുഷ്യൻ. അങ്ങനെ ഞാൻ ആ പത്രം എങ്കിൽ സൂക്ഷിച്ചു വെച്ചു. എന്തിനെ? എനിക്ക് വെളുത്തങ്ങാടി ഭാഗത്തൊരു കുടുംബശ്രീനെ പറ്റിയൊരു വേദനുണ്ടായി. അങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് നോക്കുമ്പോ വേറെ പേപ്പറിൽ, പിറ്റേന്ന് പേപ്പർ നോക്കുമ്പോ നമ്മളെ മഞ്ഞമ്പാറ സ്കൂളിൽ നമ്മളെ ഈ ഭാഗത്തുള്ളൊരു പെണ്ണുങ്ങൾ, ആരുമായിട്ട് ഞാൻ പറയുന്നില്ല, നമ്മളെ ഈ ഭാഗത്തുള്ളൊരു പെണ്ണുങ്ങൾ ആടെ എന്തറിയോ, കുടുംബശ്രീന്റെ വകെ മൊസറ് കുടിക്കല്ലെങ്കിൽ അറിയോ, ചട്ടിനെ പൊട്ടിക്കുന്നത്, കണ്ണിലേക്ക് തുണി കെട്ടിട്ട് ചട്ടി പൊട്ടിട്ട് ഹലാക്കിന്റെ പൊട്ടിക്കുക. ഒരു ബിയാത്ത് എന്ന് പറയുന്ന ഒരു 35-കാരിയാകുന്ന പെണ്ണ്, ഒരു ബിയാത്ത്. ഈ ബിയാത്ത് എന്ന് പറയുന്ന പെണ്ണ് കണ്ണിലേക്ക് ശരിക്ക് തുണിയും കെട്ടിയിട്ട് ഒരു അലക്കൊടുത്തത് ചട്ടിനെ പൊട്ടിക്കുക. നമ്മളെ മഞ്ഞമ്പാറിൽ നടന്ന വേറെ എവിടെയല്ല, കുടുംബശ്രീ, ഹലാക്കിന്റെ ശ്രീ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, അങ്ങനെ ഈ പെണ്ണുങ്ങൾ പോയി പ്രസംഗിക്കുമ്പോഴും രംഗത്തിറങ്ങി ഒലക്ക പിടിച്ച് കണ്ണിലേക്ക് തുണി കെട്ടി ചട്ടി പൊട്ടിക്കാൻ പോകുമ്പോഴും ഇത് കണ്ട് രസിക്കുന്ന ഭർത്താക്കന്മാരും ഉപ്പമാരും മുസ്ലിം സമുദായത്തിലില്ലേ? അതല്ലേ നേരത്തെ തങ്ങൾ പറഞ്ഞത്? ഇവർക്ക് സലാത്തും വേണ്ട, ഖുർആനും വേണ്ട, യാസീനും വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ടോ പോയില്ല. അവിടെ ഖുർആനൂത്ത് നടന്നോ? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. പൊരല് സുഖമില്ല. എന്തേ? അപ്പുറത്തെ വെക്കാൻ വേറിനെ വിഷയമുള്ളതാണ്. അപ്പുറത്തെ വെക്കാൻ വേറിയതല്ല. നിന്റെ പൊരന്റെ ഹലാക്ക് വന്നിരുന്നു, നിനക്ക് മനസ്സിലായില്ലോ? ഇല്ല. അതാ തങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു, നിന്റെ പൊരന്റെ ഹലാക്ക് അതാ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, എന്റെ വീട്ടിൽ യാസീന് നടക്കണം, ആലമു സ്വലാത്ത് നടക്കണം, ആരിയത്ത് സ്വലാത്ത് നടക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നന്നായി സ്വലാത്ത് നടക്കുന്ന വീടുകളാകണം. അതൊക്കെ മുസ്ലിം വീടിൽ നിന്ന് എടുക്കപ്പെട്ട പോലെല്ല നാശം അവിടെ വന്നുപോയി. എല്ലാ ശൈത്താന്മാരും നമ്മളെ വീട്ടിലേക്ക് കയറിപ്പോയി. അല്ലാഹു സമുദായത്തെ നന്നാക്കി തെരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ അവസ്ഥ എന്താണ്? പറയുന്ന എന്റെ അവസ്ഥ എന്താണ്? എപ്പോഴാണ് എന്റെ കഥ തീരുകെന്ന് അറിയൂലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഒരു ചെറിയൊരു ചെറുപ്പക്കാരൻ ഒരാഴ്ച മുമ്പ് നമ്മളെ പള്ളങ്കോട് കുയിത്തലിലൊരു ചെറുപ്പക്കാരൻ നമ്മളെ നാട്ടിന്റെ അടുത്ത് മുള്ളേരത്ത് തെറിച്ചു വീണത് നിങ്ങൾ കേട്ടിട്ടില്ലേ?
ഷബീർ എന്ന് പറയുന്ന 21-കാരനാകുന്ന ചെറുപ്പക്കാരൻ നട റോട്ടിലേക്ക് തെറിച്ചു വീണത് നിങ്ങൾ മറന്നുപോയോ? അല്ലാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. മിനിയാന്ന് രാത്രി ഈ സംഭവം ഞാൻ കുറെ ചെറുപ്പക്കാരെ ഇരുത്തിട്ട് അരിയപ്പാടി എന്ന സ്ഥലത്ത് ഞാൻ വാഴ് പറയുമ്പോ ഇന്നലെല്ലാം മിനിയാന്ന് രാത്രി നടന്ന സംഭവമാണ്. ഞാനിങ്ങനെ വാഴ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ റോട്ടിലാണ് കസാല വെച്ചിരിക്കുന്നത്. അതാ മേൽഭാഗത്ത് ഒരു ഉള്ളിലൂടെ റോട്ടിലൂടെ ഒരു ദിക്ഷ വരുന്നു. മുമ്പ് മേൽഭാഗത്ത് ഇറങ്ങി വരുമ്പോ തന്നെ ഒരു ഹലാക്കിന്റെ വരുത്താ വന്നിട്ട് അതാ വാഴ് പറയുന്ന സദസ്സിലേക്ക് വന്നിട്ട് ഒരൊറ്റ മറിയുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു അപകടത്തെ പറ്റി പറയുമ്പോഴാണ് വാഴ് പറയുന്ന സദസ്സിൽ അപകടം നടക്കുന്നു. പക്ഷേ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ചിന്തിക്കാൻ വേണ്ടി കൺമുമ്പിലൂടെ അല്ലാഹു തആല അപകടങ്ങൾ തരുന്നു. മനുഷ്യനിത് ചിന്തിക്കുന്നില്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് എന്ത് പറ്റിപ്പോയി? നമ്മളെ കൽബിന് എന്ത് പറ്റിപ്പോയി? ആ മണ്ണറയിൽ പോയി കിടക്കേണ്ട രംഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഒരൊറ്റ കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് സ്വലാത്ത് വേണ്ട, ഖുർആനോത്ത് വേണ്ട, നമ്മൾക്ക് ദിക്ർ വേണ്ട, നമുക്കൊന്നും വേണ്ട. നമ്മൾ മടിയന്മാരായി അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചില വിഭാഗം വന്നിട്ട് പറയാൻ തുടങ്ങിയില്ലേ, സ്വലാത്ത് ചെല്ലുന്ന പള്ളി, അദ്ദാദ് ചെല്ലുന്ന പള്ളി, അതേ അത് മുസ്ലിം പള്ളികളല്ല, അത് മുസ്ലിം പള്ളിയല്ല. ജലാലിയ റാത്തീബ് ചൊല്ലുന്ന പള്ളി, കുത്തുബിയത്ത് കഴിക്കുന്ന പള്ളി, എല്ലാ ദിവസവും ഹദ്ദാദ് ചൊല്ലുന്ന പള്ളി, അത് മുസ്ലിം പള്ളികളല്ലെന്നല്ലേ പരസ്യമായി നമ്മുടെ നാട്ടിന്റെ പരിസരങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയില്ലേ? ഇതിന്റെ കാരണക്കാര് നമ്മൾ തന്നെയല്ലേ? നമ്മൾ പള്ളിയിൽ ഹദ്ദാദ് ചൊല്ലുന്നു, അത് ഖത്തീബിന്റെ മുക്രിക്കും നിർബന്ധമാണ്. നമ്മൾക്കാർക്കും ഹദ്ദാദ് വേണ്ട, നമുക്കൊരു കുത്തുബിയത്തും വേണ്ട, നമുക്കൊരു ജലാലിയ റാത്തീബും വേണ്ട, നമുക്കൊരു സ്വലാത്തും വേണ്ട. നാട്ടിന്റെ ബറക്കത്ത് നീങ്ങിയില്ലേ? നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ ബറക്കത്തെവിടെ? ബറക്കത്തെവിടെ? മഹാന്മാരെ തള്ളുമ്പോ പിന്നെ ജീവിതത്തിൽ ബറക്കത്തില്ല. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതമല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്? ഒന്ന് മംഗലാപുരം ഒന്ന് പോകണം, എന്നിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കയറണം. മംഗലാപുരം എംലോക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ട്, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട്, അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കറങ്ങൂ. ആ കറങ്ങുമ്പോ എത്ര മനുഷ്യന്മാരാണ്! സുബ്ഹാനല്ലാഹ്. ഒരു വള്ളം കിടക്കാത്തവര്, ഒരു അന്നം നടക്കാത്തവര്, ശ്വാസം ഇങ്ങനെ അയക്കുന്ന സമയത്ത് അന്നനാളം പുറത്തു വരുന്നവര്, അതുപോലെ കുടലിങ്ങനെ പൊട്ടി പുറത്തേക്ക് വരുന്നവര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങളറിയണോ? എന്തിനേറെ പറയണം? ഇപ്പോൾ ഒരു പെണ്ണ് പ്രസവിച്ചു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പെണ്ണ് പ്രസവിച്ച കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരിയുന്നില്ലെന്ന് മാത്രമല്ല, അതാ പൊക്കിളിന്റെ ഭാഗത്ത് കീറിയിട്ടുണ്ട്, കൊടല് പുറത്തു വന്നിട്ടുണ്ട്. പ്രസവിക്കപ്പെട്ട കുഞ്ഞ് 8-9 ദിവസമായി. ജീവനുണ്ട്, പക്ഷേ ജീവനുണ്ടായിട്ടെന്തേ കാര്യം? ആണിന്റെ ഔറത്തുമില്ല, പെണ്ണിന്റെ ഔറത്തുമില്ല. പൊക്കിളിന്റെ താഴ്ഭാഗത്തിലൊരു ദ്വാരമുണ്ട്, അതിലൂടെ കൊടലിങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർമാര് കൈവിട്ടുപോയി. നമ്മളെ നാട്ടിന്റെ പരിസരത്ത് നടന്നതാണ്. അല്ലാഹുവേ, ആ കുട്ടിക്ക് ജീവിതം ഖൈറാണ് എങ്കിൽ നീ നല്ല ജീവിതം കൊടുക്കണേ അല്ലാ, അല്ലെങ്കിൽ നീ മരണം കൊടുക്കണേ അല്ലാ. ഇത് കണ്ട് സഹിക്കുന്ന ഉപ്പമാരെ അവസ്ഥ എന്തായിരിക്കും? ഇത് കണ്ട് സഹിക്കുന്ന ഉമ്മമാരെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവിന്റെ പരീക്ഷണം ഏത് നിലക്കാണ് ഇറങ്ങുന്നത്? അല്ലാഹു സലാമത്താക്കട്ടെ. മനുഷ്യന്റെ കളിക്കനുസരിച്ചല്ലേ റബ്ബിന്റെ അദാബ് ഇറങ്ങുന്നത്. മനുഷ്യന്റെ തമ്മാടിത്തരത്തിനൊത്തല്ലേ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത്. ഓ മനുഷ്യ, മുന്തുവാരമില്ലാത്ത, പിന്തുവാരമില്ലാത്ത, കണ്ണില്ലാത്ത, കൈയില്ലാത്ത, ചെവിയില്ലാത്ത പലതരക്കുള്ള കുട്ടികളൊക്കെ അല്ലാഹു ഇവിടെ നൽകിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിനെ പേടിച്ചോ. ആ
റബ്ബ് അദാബറക്കുന്ന സമയത്ത് തടുക്കാൻ ഒരു മഖ്ലൂക്കിന് കഴിയില്ല, ഒരു ശക്തിക്ക് കഴിയില്ല. റബ്ബിന്റെ അദാബ് കഠിന കഠോരമാണോ? ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിന കഠോരമാണ്. അതിനെ തടുക്കാനോ ഇല്ലായ്മ ചെയ്യാനോ അതിനെ നഷ്ടപ്പെടുത്തി കളയാനോ ലോകത്തൊരു ശക്തി വളർന്നിട്ടില്ല. ഒരു പക്ഷേ മഹാന്മാരോട് ചോദിച്ചാൽ, അവരതിക്കറ് ചൊല്ലിയാൽ, അവരെ റാത്തീവ് ചൊല്ലിയാൽ, അവരെ പേരിൽ സ്വലാ